നമസ്കാരം. B40 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാട്ടുവിശേഷമായാലോ? നമ്മൾ ഈ കാണുന്നത് മുതുമുത്തച്ഛൻ ആൽമരമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ വാകത്താനം പഞ്ചായത്തിലെ മണികണ്ഠപുരം ക്ഷേത്രത്തിലാണ്. ഉണ്ണുനീലി സന്ദേശം എന്ന പുരാണത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചും ആൽമരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പടുകൂറ്റൻ വൃക്ഷങ്ങളിൽ ഒന്ന് ക്ഷേത്രത്തിനകത്തും മറ്റൊന്ന് ക്ഷേത്രത്തിന് പുറത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. എണ്ണൂറോളം വർഷം പഴക്കമുള്ള ഈ പടുവൃക്ഷങ്ങൾ കാഴ്ചയ്ക്ക് പ്രാപ്യമെന്നത് മഹാഭാഗ്യം തന്നെ. നമസ്തേ, ഞാൻ മണികണ്ഠപുരം ക്ഷേത്രം മേശാന്തി ശംഭു നമ്പൂതിരി. ഈ മണികണ്ഠപുരം ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. തെക്കുംകൂർ രാജാവായിരുന്ന മണികണ്ഠ രാജാവ് പണി കഴിപ്പിച്ചതാണ്. പ്രായശ്ചിത്തമായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. മുൻകാലത്ത് ഇത് മഹാദേവ ക്ഷേത്രമായിരുന്നു. പിന്നീട് ഈ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീകൃഷ്ണ സങ്കല്പത്തിലേക്ക് വന്നിരിക്കുന്നതായിട്ടുള്ളൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ് മണികണ്ഠപുരം ക്ഷേത്രം. ഏതാണ്ട് 500 വർഷത്തോളം പഴക്കമാണ് ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം ഈ ക്ഷേത്രത്തിലേക്കുള്ള കാരാഴ്മ വ്യവസ്ഥയിൽ ഇങ്ങോട്ടേക്ക് എത്തിയ നീലവന കുടുംബത്തിൽപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. ഞങ്ങളുടെ ഇവിടുത്തെ ഇല്ലത്തിൻ്റെ പഴക്കം തന്നെ ഏതാണ്ട് 370 വർഷം കണക്കാക്കുന്നുണ്ട്. അന്നേരം അതിനു മുന്നേ ഈ ക്ഷേത്രം നിലവിൽ നിന്നിരുന്നു. ഏതാണ്ട് 500 വർഷത്തിനോടടുത്തുള്ള പഴക്കമാണ് ഉദ്ദേശം പ്രതീക്ഷിക്കുന്നത്. ത്തിൻ്റെ കന്നിമൂലയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വലിയൊരു ആൽവൃക്ഷമുണ്ട്. അതിൽ അശോകം, അത്തി, ഇങ്ങനെ പലതരം വൃക്ഷങ്ങളും കൂടെ കയറി ചുറ്റിപ്പിണഞ്ഞ് നിൽക്കുന്ന വലിയ ഒരാലായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആലിൻ്റെ ചുവട്ടിൽ ഒരു ദേവീ സാന്നിധ്യം ഉണ്ടെന്നും ഈ ആലിൻ്റെ ചുവട്ടിലിരുന്നാണ് മണികണ്ഠ രാജാവ് തപസ് ചെയ്തിരുന്നതെന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ഈ ആൽത്ര ഭഗവതി എന്നൊരു സങ്കല്പത്തിൽ വാർഷികമായിട്ട് അവിടെ നേദ്യവും കാര്യങ്ങളുമൊക്കെ നടക്കാൻ നിത്യം വിളക്ക് വെച്ച് ആരാധിക്കുന്നുമുണ്ട്. ഈ ആലിന് ഏതാണ്ട് 800 വർഷത്തിലധികം പഴക്കമുണ്ടെന്നും പറയുന്നുണ്ട്. അന്നേരം ഈ ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴത്തേക്കും ക്ഷേത്രത്തിൻ്റെ പഴക്കത്തിൽ ഏതാണ്ട് യോജിച്ച് വരുന്ന രീതിയിലാണ് ഈ ഐതിഹ്യങ്ങൾ ചേർന്ന് വരുന്നതെന്നുകൊണ്ട് തന്നെ ഏതാണ്ട് 500 വർഷത്തിലധികമെങ്കിലും പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് നമുക്ക് വിചാരിക്കാവുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.